ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, തിരുവിഷ്ടം മീഡിയയിലേക്ക് സ്വാഗതം. ഏവർക്കും ഈശോയിൽ കൃപയും സമാധാനവും. കാഴ്ചയെ സംബന്ധിച്ചൊരു ആലോചനയാണ് ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. നമുക്ക് കാഴ്ചയുള്ളവരാണ്. കാഴ്ചയില്ലാത്തവരായ അനേകർ ലോകത്തുണ്ട്. പലതരത്തിൽ പൂർണ്ണമായ അന്ധതയുള്ളവർ. ചിലർക്ക് നിറഭേദങ്ങൾ തിരിച്ചറിയാൻ കഴിയുന്നില്ല, ചിലർക്ക് ദൂരക്കാഴ്ചയില്ല, ചിലർക്ക് തൊട്ടടുത്തുള്ളവയെ കാണാൻ കഴിയില്ല. ഈ കാഴ്ചയുടെ പരിമിതികൾ മറികടക്കാൻ നിരവധിയായ മാർഗങ്ങൾ നാം കണ്ടുപിടിക്കുന്നുണ്ട്. അത്തരം സങ്കേതങ്ങൾ ഉപയോഗിച്ച് കാഴ്ചയെ തെളിമയുള്ളതാക്കാൻ നാം ശ്രമിക്കും. ചുറ്റുപാടുകളെ കാണാതെ നമുക്ക് ജീവിക്കാൻ സാധ്യമല്ല. കണ്ണ് കാണാത്ത ഒരാൾക്ക് മാത്രമേ ജീവിതത്തിൽ അയാൾ നേരിടുന്ന പ്രതിബന്ധങ്ങളെക്കുറിച്ച് പറയാൻ പറ്റൂ. അല്പനേരത്തേക്ക് ഇരുൾ വ്യാപിക്കുമ്പോൾ പോലും നാം എത്രത്തോളം അസ്വസ്ഥരാകുന്നുണ്ട്. കാഴ്ച വേണം. കാഴ്ച പ്രധാനപ്പെട്ട കാര്യമാണ്. ബാഹ്യമായ ചുറ്റുപാടുകളിൽ ഭൗമികമായ ജീവിതത്തിന് കാഴ്ച അത്യന്താപേക്ഷിതമാകുന്നത് പോലെ തന്നെ ആന്തരികമായൊരു കാഴ്ച വേണം. അവനവനെ കാണാൻ, അവനവന്റെ കുറവുകളും പോരായ്മകളും തിരിച്ചറിയാൻ അകത്തേക്ക് തുറക്കുന്നൊരു കണ്ണ്. ആ കണ്ണ് തെളിച്ചു വരുമ്പോഴാണ് അകമേയുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റുക. ആ കണ്ണ് ക്രിസ്തുവിൽ പ്രകാശിക്കുമ്പോഴാണ് അവരിലുള്ള ക്രിസ്തുവിനെ തിരിച്ചറിയാൻ പറ്റുക. ഈ കാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ നാം ആത്മീയമായി അന്ധരായിത്തീരും. ഭൗതിക അന്ധതയേക്കാൾ അപകടകാരിയാണ് ആത്മീയമായ അന്ധത. അത് അവനവന് തിരിച്ചറിയാൻ കഴിവില്ലാത്ത വിധം നമ്മെ മൂടിക്കളയും. അവനവനെ തന്നെ കാണാൻ കഴിയുന്നില്ല എന്നത് ആത്മാനുഭവത്തിന്റെ എല്ലാ മേഖലയും തകർക്കുന്ന കാര്യമാണ്. എനിക്ക് എന്നിലേക്ക് തിരിയാൻ കഴിയുന്നില്ല, എന്നെ കാണാൻ കഴിയുന്നില്ല. സാധാരണഗതിയിൽ അവനവനെ കാണാൻ കഴിയാതെ പോകുമ്പോൾ, അവനവന്റെ കുറവുകളും പോരായ്മകളും മനസ്സിലാക്കാൻ കഴിയാതെ പോകുമ്പോൾ നാം അഹങ്കാരത്തിൽ പതിക്കും. അവനവനെ കാണാൻ കഴിയാത്ത ഒരാൾക്ക്, അവനവന്റെ കുറവുകളെയും പരിമിതികളെയും തിരിച്ചറിയാൻ കഴിയാത്ത ഒരാൾക്ക് അകമേ വസിക്കുന്ന ക്രിസ്തുവിനെ കാണാൻ കഴിയില്ല. ക്രിസ്തുവിന്റെ പ്രകാശം നമ്മെ അപ്രകാരം നയിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാനും നമുക്ക് കഴിയില്ല. നമ്മുടെ സാമൂഹ്യ ചുറ്റുപാടിൽ നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാത്തരം ച്യുതികൾക്കും കാരണമായി മാറുന്നത് ഇങ്ങനെ അവനവനെ കാണാൻ കഴിയാതെ പോകുന്നതും അവനവനിലെ ക്രിസ്തുവിനെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നതും ആ ക്രിസ്തുവിന്റെ പ്രകാശത്തിൽ അവരിലുള്ള ക്രിസ്തുവിനെ കാണാൻ കഴിയാതെ പോകുന്നതുമാണ്. അത് നമ്മൾ കൊണ്ടെത്തിക്കുന്നത് നിത്യമായ അന്ധതയിലേക്കാണ്, നിത്യമായ വീഴ്ചയിലേക്കാണ്. വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ ക്രിസ്തു ഒരു അന്ധനെ സുഖപ്പെടുത്തുന്നുണ്ട്. ജന്മന അന്ധനായ ഒരുവൻ. അവന്റെ അന്ധത സുഖപ്പെടുന്നത് അവൻ മണ്ണിൽ തുപ്പി ചെളിയുണ്ടാക്കി അന്ധന്റെ കണ്ണുകളിൽ പുരട്ടി കഴിയിക്കുമ്പോഴാണ്. ആ കാഴ്ച അവനിൽ തിരിച്ചറിവിന്റെ വെളിച്ചമായിട്ട് മാറും. അതുകൊണ്ട് ക്രിസ്തുവിനെ കണ്ടുമുട്ടുമ്പോൾ അവന്റെ മുൻപിൽ പ്രണമിക്കാൻ അവന് കഴിയും. യേശുവിനെ തിരിച്ചറിയുന്നത് കൊണ്ട് അവനിൽ പ്രകാശം ജ്വലിക്കും. അവൻ ലോകത്തിന് മുമ്പിൽ സാക്ഷിയാവും. ആരാലും പരിഗണിക്കപ്പെടാതെ പോകേണ്ട ഒരുവനാണ് അന്ധൻ. ചരിത്രത്തിൽ ഇടമില്ലാതെ പോകുന്ന മനുഷ്യർ. കണ്ണുള്ളവർക്ക് പോലും ലോകത്ത് സ്ഥാനമില്ല. അപ്പോഴാണ് അന്ധനായൊരു മനുഷ്യൻ. പക്ഷെ ഓർക്കണം, സുവിശേഷം ഇന്നോളം ക്രിസ്തുവിനെ അവതരിപ്പിക്കുമ്പോഴൊക്കെ ഈ അന്ധൻ കൂടെ വരുന്നുണ്ട്. ആ അന്ധനിൽ ക്രിസ്തു പ്രകാശിക്കുന്നത് ഇന്നും നാം ധ്യാനിക്കുന്നുണ്ട്. നമ്മുടെ ജീവിതത്തിന്റെ പ്രയോഗ വഴിയിൽ ഈ അന്ധൻ ഒരു വഴികാട്ടിയായി നമ്മുടെ മുമ്പിലുണ്ട്. ക്രിസ്തുവിനെ കണ്ടുമുട്ടി അവനെ തിരിച്ചറിയാൻ കഴിയുന്നതാണ് മഹാഭാഗ്യം. യേശുവിനെ അപ്രകാരം തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നവർ ആത്മീയമായി അന്ധരാണ്. പക്ഷെ ഈ അന്ധത അവർക്ക് തിരിച്ചറിയാൻ കഴിയില്ല. കണ്ണ് കാണാൻ കഴിയാത്തതിനേക്കാൾ അപകടകരമാണ് തനിക്ക് കാഴ്ചയില്ല എന്ന സത്യം തിരിച്ചറിയാതെ പോകുന്നത്. മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയാതെ പോകുന്നത് കാഴ്ചക്കുറവാണെന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ആത്മീയമായി അന്ധരാണ്. നമ്മുടെ കുറവുകളും പരിമിതികളും തിരിച്ചറിയാൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ നാം ആത്മീയമായി അന്ധരാണ്. പ്രകാശത്തിലാണെന്ന് കരുതുകയും ക്രിസ്തു വിരുദ്ധരായി നാം മാറുകയും ചെയ്യുമ്പോൾ നാം അന്ധരാണ്. നമ്മളുടെ ക്രിസ്തുവിനെ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല. ഭൗമികമായ അന്ധതയ്ക്ക്
പല പരിഹാരങ്ങളുമുണ്ട്. ആത്മീയമായ അന്ധതയ്ക്ക് ഒരേ ഒരു പരിഹാരം അവനിൽ നിന്ന് വെളിച്ചം സ്വീകരിക്കുന്നത് മാത്രമാണ്. വെളിപാട് പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 17 മുതൽ 18 വരെ തിരുവചനങ്ങളിൽ ഈ ആത്മീയ അന്ധതയെക്കുറിച്ച് പറയുന്നുണ്ട്. കാഴ്ച ഉണ്ടാകാൻ നീ അവനിൽ നിന്ന് അഞ്ജനം വാങ്ങി കണ്ണിലെഴുതണം. ക്രിസ്തുവിന്റെ വചനമാകുന്ന അഞ്ജനം ഹൃദയത്തിൽ എഴുതുമ്പോഴാണ് ആന്തരികമായ നയനങ്ങൾ തുറക്കപ്പെടുക. ഈ ആന്തരികമായ നയനം തുറക്കപ്പെട്ടില്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയില്ല. വ്യക്തിബന്ധങ്ങളിലും സാമൂഹ്യ തലത്തിലും നമ്മുടെ കുടുംബ ബന്ധങ്ങളിലും എന്തിനേറെ ഇന്ന് സഭയുടെ നേതൃത്വത്തിൽ പോലും നഷ്ടമാകുന്ന ഒന്നാണ് ഈ ആത്മീയമായ വെളിച്ചം. കണ്ണ് കാണാൻ കഴിയുന്നില്ല. മറ്റുള്ളവരൊക്കെ ശത്രുക്കളായും എതിരാളികളായും നമുക്ക് അനുഭവപ്പെടുന്ന തരത്തിൽ അന്ധത ബാധിച്ചാലും ദൂരെ നിന്ന് മഞ്ഞുമൂടിയ ഒരു മലമുകളിൽ നിന്ന് ഒരാൾ വരികയാണ്. ഒരു മേഘപ്പാളി വരുന്നത് പോലെയാണ് അനുഭവപ്പെടുക. കുറച്ചുകൂടി അയാൾ അടുത്ത് വരുമ്പോൾ അതൊരു ഹിമക്കരടിയാണെന്ന് കാണുന്നയാൾ തെറ്റിദ്ധരിക്കും. അയാൾ ഭയക്കുന്നുണ്ട്. കുറെ കൂടി അടുത്ത് വരുമ്പോൾ അതൊരു മനുഷ്യനാണെന്ന് തിരിച്ചറിയും. തൊട്ടടുത്ത് എത്തുമ്പോൾ അത് സ്വന്തം സഹോദരനാണെന്ന്. സഹോദരനാണ് എന്നതിലേക്ക് എത്തിച്ചേരുമ്പോൾ മാത്രമാണ് അയാൾക്ക് ആശ്വാസം ഉണ്ടാകുന്നത്. ഒരു മേഘം അടർന്നു വരുന്നത് പോലെ, ഒരു ഹിമപാളി വരുന്നത് പോലെ, ഒരു ഹിമക്കരടി വരുന്നത് പോലെ, ഒരു മനുഷ്യൻ വരുന്നത് പോലെ ഒക്കെ കാണുമ്പോൾ ആ കാഴ്ചയൊക്കെ പരിമിതിയുള്ളതാണ്. ഹൃദയം തുറന്ന കാഴ്ച ഉണ്ടാകുന്നത് നമ്മുടെ ഹൃദയത്തിൽ ക്രിസ്തു പ്രകാശിക്കുമ്പോഴാണ്. സഭയിൽ തർക്കങ്ങളും വിഭാഗീയതകളും ഉണ്ടാകാം, അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകാം, വ്യക്തിപരമായ കാഴ്ചപ്പാടുകൾ നമ്മെ ഭരിച്ചേക്കാം, നമ്മുടെ പാരമ്പര്യങ്ങളും താല്പര്യങ്ങളും ഹനിക്കപ്പെടുമ്പോൾ നമ്മൾ ഖിന്നരായേക്കാം. പക്ഷേ അവരൻ ശത്രുവായി തോന്നും വിധം, എതിരഭിപ്രായമുള്ളവരൊക്കെ അകറ്റപ്പെടേണ്ടവരാണ് എന്ന് തോന്നും വിധം നാം അന്ധരായി തീർന്നാലോ? അത്തരമൊരു അന്ധതയാണ് തിരുസഭയ്ക്കകത്ത് നമുക്കിന്ന് കാണാൻ പറ്റുക. പ്രകാശത്തിൽ ജീവിക്കുന്നു എന്ന് പറയുന്നവർ, പരിശുദ്ധാത്മാവിന്റെ സമ്പത്തിൽ നിറഞ്ഞു നിൽക്കുന്നവർ എന്ന് അഭിപ്രായപ്പെടുന്നവർ. കത്തോലിക്ക തിരുസഭ വിശ്വാസത്തിന്റെ ഗോപുരമായി ലോകത്തിന് മനസാക്ഷിയായി നിലനിൽക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശരീരത്തെ അവമതിക്കുന്ന രീതിയിൽ അതിനകത്ത് തന്നെ വ്യാപരിക്കുന്ന കുറെ ആളുകൾ യഥാർത്ഥത്തിൽ ആത്മീയമായി അന്ധത ബാധിച്ചവരാണ്. അതുകൊണ്ട് മറ്റൊരുവനെ സഹോദരനായി കാണാൻ കഴിയുന്നില്ല, കൂടെയുള്ളവനെ അംഗീകരിക്കാൻ കഴിയുന്നില്ല. എതിരഭിപ്രായം പറയുന്നവനൊക്കെ ശത്രുവായി പരിഗണിക്കപ്പെടുന്നു. തന്നിഷ്ടങ്ങളിൽ കുടുങ്ങിപ്പോവുകയും അഹങ്കാരത്തിൽ നിപതിക്കുകയും അന്ധരായി തീരുകയും ചെയ്യുന്നവർ മറ്റുള്ളവരെ എല്ലാം നിഹരിക്കപ്പെടേണ്ടവരായി, തകർക്കപ്പെടേണ്ടവരായി കാണുന്നു. യേശുക്രിസ്തുവിനെ ഹൃദയം കൊണ്ട് സ്വീകരിച്ച ഒരാൾക്കും അംഗീകരിക്കാൻ കഴിയാത്ത, യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ പേറുന്ന ഒരാളും ചെയ്തുകൂടാത്ത പാതകങ്ങളാണ് സഭാസമൂഹത്തിനകത്ത് നമുക്ക് കാണാൻ പറ്റുക. എക്സ്ക്ലൂഷൻ ആൻഡ് അനിഹിലേഷൻ ഓഫ് ദി അതർ. ഒരുവനെ പുറന്തള്ളുകയും ഇല്ലായ്മ ചെയ്യുകയും ചെയ്യുന്ന രീതികൾ തിരുസഭയ്ക്കകത്ത് നമ്മൾ കാണുന്നു. കത്തോലിക്ക സഭ ഈ ലോകത്തിന്റെ പ്രകാശമാണ്. ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കുക. ആ പ്രകാശത്തിൽ വസിക്കുന്നുവെന്ന് കരുതുന്നവർ തങ്ങളിൽ തന്നെ കുടുങ്ങി അന്ധതയ്ക്ക് വിധേയപ്പെട്ട് ചുറ്റുപാടുകളെ തെറ്റായി കാണാൻ തുടങ്ങിയതിന്റെ വൈപരീത്യങ്ങൾ സഭാസമൂഹത്തിനകത്ത് നമുക്ക് കാണാം. ഒരു വിഭാഗം ക്രിസ്തുവിനെ കാണുന്നത് എല്ലാം നൽകുന്നവനായിട്ട്, നേട്ടങ്ങൾക്ക് വേണ്ടി ഉപാധിയായി പ്രാർത്ഥനയെയും നേട്ടങ്ങളെല്ലാം നൽകുന്നവനായി ക്രിസ്തുവിനെയും കാണുകയും കാര്യസാധ്യത്തിന് വേണ്ടി ദൈവത്തെ സമീപിക്കുക എന്ന ഒരു തന്ത്രത്തിനകത്ത് കുടുങ്ങിപ്പോവുകയും ചെയ്യുന്നവർ. പാവപ്പെട്ട വിശ്വാസികൾ ജീവിതത്തിൽ വൈഷമ്യമൊക്കെ ഏറുന്നവരാണ്. അവർക്കൊക്കെ കാര്യങ്ങൾ നേടിത്തരാമെന്ന് പറഞ്ഞ് ആളെ കൂട്ടുന്ന ആത്മീയ പിഴവുകൾ നമ്മുടെ സമൂഹ മധ്യത്തിൽ ഒരു പൊതുബോധമായി ഉയർന്നു വന്നിരിക്കുന്നു.
അതുകൊണ്ട് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചാൽ, നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളുടെ കാര്യം സാധിച്ചെടുക്കാം എന്ന പഠനം സാധാരണമായി മാറിയിരിക്കുന്നു. അതാണ് വിശ്വാസമെന്ന് തെറ്റിദ്ധരിക്കപ്പെട്ട് അനേകർ ഉഴലുന്നു. കഴിഞ്ഞ ദിവസവും ഒരു സഹോദരിയുമായി സംസാരിക്കുമ്പോൾ അവൾ ഉറപ്പിച്ചു പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നുണ്ട്, ഞാൻ വിശ്വാസം മുഖേനയാണ് ഇത്തരം പ്രാർത്ഥനകൾക്ക് പോകുന്നതെന്നാണ്. ഈ പറഞ്ഞയാൾ 2 ധ്യാന കേന്ദ്രങ്ങളിൽ ഒരേ സമയം പോകാൻ പോവാണ്. 2 അത്ഭുതം നടക്കുന്നുണ്ട്. 2 പോയാൽ കാര്യങ്ങൾ സാധിക്കുമെന്ന് പറയണേ. എങ്കിൽ 2 പോകാം. ഇത് വിശ്വാസത്തിന്റെ ലക്ഷണമാണോ, വിശ്വാസമില്ലായ്മയുടെ പരീക്ഷണമാണോ എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. കാര്യം കാണാൻ വേണ്ടി എല്ലാ യുക്തിയും മാറ്റിവെച്ച് ഇന്നിടത്ത് ചെന്നാൽ അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഇടമാണ്, അവിടെ നിന്ന് അനുഗ്രഹങ്ങൾ വരുമെന്ന് നാം തെറ്റിദ്ധരിക്കുന്നു. ഒരിടത്ത് ഒരു സഭാശ്രേഷ്ഠൻ തന്നെ പ്രസംഗിക്കുകയാണ്, ഇത് ദൈവം തെരഞ്ഞെടുത്തിടമാണ്, ഇവിടെ വരുന്നവരൊക്കെ അനുഗ്രഹിക്കപ്പെടും. പ്രസംഗമധ്യ അദ്ദേഹം അങ്ങനെ പറയുകയാണ്. നമുക്കിന്ന് സാധാരണഗതിയിൽ പറയാവുന്ന ഒരു കാര്യം നാവുപിഴ എന്നാണ്. ഇതൊരു നാവുപിഴയല്ല, വിശ്വാസപ്പിഴവാണ്. ദൈവം ഒരിടത്ത് വസിക്കുന്നവനല്ലെന്നും ദൈവം നമ്മിൽ വസിക്കുന്നവനാണെന്നും ദൈവം പരിശുദ്ധ കുർബാന എന്ന കൂദാശയ്ക്കകത്താണെന്നും ദൈവം നമ്മിൽ നിന്ന് ആരിൽ നിന്നും അകലെയല്ലെന്നും നാം ജീവിക്കുന്ന ചുറ്റുപാടുകളിൽ 2 or 3 പേർ ഒന്നിച്ചു കൂടുന്നതിന് മധ്യേ ഞാൻ വസിക്കുന്നുവെന്നും അവിടെ നിന്ന് നമ്മെ പഠിപ്പിക്കുകയും തന്റെ ശരീരവും രക്തവും നമുക്ക് നൽകിക്കൊണ്ട് നമ്മിൽ വാസം ഉറപ്പിക്കുകയും ചെയ്തതിനു ശേഷവും നാം ഇപ്പോഴും ദൈവത്തെ അന്വേഷിച്ച് വിവിധയിടങ്ങളിൽ അലയുകയാണ്. അന്ധതയുടെ ഒരു ലക്ഷണമാണ്. അതിനേക്കാൾ അപകടകാരിയാണ് അത്തരത്തിൽ ആളുകളെ വഞ്ചിക്കുന്ന ആളുകളുടെ ആത്മീയ അന്ധത. കാരണം വിവരമില്ലാത്തവരല്ല, അറിവുള്ളവരാണ്, ദൈവവചനം അറിയുന്നവരാണ്, അതിരത്തിലൂടെ ദൈവവചനം പറയുന്നവരാണ്. പക്ഷേ വരുന്നവനോട് നിന്റെ അകമയാണ് ദൈവം, നീ നിന്റെ ദൈവവുമായി കൂടെ പോവുക ജീവിതത്തിലേക്ക് എന്ന് പറയാൻ കഴിയുന്നില്ല. നീ ബലിയർപ്പിക്കുന്ന ബലിപീഠം, നിനക്ക് വേണ്ടി കരുതി വെച്ചിട്ടുള്ള ഇടവകയിലെ ബലിപീഠം പരമപ്രധാനമാണെന്നും അവിടെ ഇല്ലാത്ത ഒരു കർത്താവിനെ നിനക്കെങ്ങും കണ്ടെത്താൻ കഴിയില്ലെന്നും പറഞ്ഞു പഠിപ്പിക്കാൻ കഴിയുന്നില്ല. നിന്റെ വീട് തന്നെയാണ് ദൈവത്തിന്റെ ആലയമെന്നും നീ വസിക്കുന്ന ഭവനത്തിൽ ദൈവം വസിക്കുന്നുണ്ടെന്നും നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനകത്താണ്, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ബന്ധത്തിനകത്താണ് ഈ ദൈവം പ്രകാശിക്കുകയെന്നും ആ ദൈവത്തെ തിരിച്ചറിയണമെങ്കിൽ അവനവനെ ഉപേക്ഷിക്കണമെന്നും പറഞ്ഞു കൊടുക്കാൻ ആത്മീയ കേന്ദ്രങ്ങളെന്ന് വാദിക്കുന്ന ഇത്തരക്കാർക്ക് കഴിയുന്നില്ല. സമ്പത്ത് കണ്ണു മഞ്ഞളിപ്പിച്ചിട്ട് സമ്പത്ത് നേടാൻ വേണ്ടിയുള്ള കുറുക്കു വഴികളായി ഇത്തരം ആത്മീയ കേന്ദ്രങ്ങൾ മാറുന്നു. കപട ആത്മീയത കേന്ദ്രങ്ങൾ വർദ്ധിക്കുകയാണ്, സ്ഥാപനങ്ങൾ വർദ്ധിക്കുക. വാസ്തവത്തിൽ ക്രിസ്തു നമ്മിലെന്നും നമ്മിൽ പ്രകാശിക്കുന്ന ക്രിസ്തുവിന്റെ വെളിച്ചത്തിൽ അവരൻ ക്രിസ്തുവെന്നും തിരിച്ചറിയുന്ന ബോധത്തിലേക്ക് ഉണരാൻ കഴിയുന്നില്ലെങ്കിൽ നമ്മുടെ വിശ്വാസം അർത്ഥരഹിതമായി മാറും. സഭയുടെ വിശ്വാസം ഏകമാണ്, അത് യേശുക്രിസ്തുവിലാണ്. ആ യേശുക്രിസ്തു നമ്മെ വീണ്ടെടുത്തുവെന്നും അവനിലാണ് നാം ജീവിക്കുന്നതെന്നും നമ്മെ രക്ഷയുടെ ദിനത്തിന് വേണ്ടി മുദ്രിതമാക്കിയിട്ടുണ്ടെന്നും മാമോദീസ വഴിയുള്ള മുദ്ര നമ്മുടെ നെറ്റിയിലുണ്ടെന്നും അതുകൊണ്ട് ഈ ലോകത്തിൽ ക്രിസ്തുവായി ജീവിച്ച് അവരന് വേണ്ടി മരിക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മളെന്നും ഹൃദയബോധ്യം ഉണ്ടായില്ലെങ്കിൽ രക്ഷ അനുഭവിക്കാൻ നമുക്ക് സാധ്യമല്ല. അങ്ങകലെ മേഘങ്ങൾക്കപ്പുറത്താണ് സ്വർഗമെന്ന് കരുതുന്ന തെറ്റിദ്ധാരണ നാം മാറ്റിക്കളയേണ്ട കാലമായി. അതൊരു അന്ധതയാണ്. നമുക്കറിയാലോ, ആകാശമുള്ളതല്ല, നമ്മുടെ കാഴ്ചയുടെ ഒരു വിഭ്രമം മാത്രമാണ്. നാം കാണുന്ന മേഘപടലങ്ങൾ ഇതൊക്കെ നമ്മുടെ കണ്ണിന്റെ വിഭ്രമമാണ്. ആകാശത്ത് അങ്ങനെ ഒരു മേലാപ്പില്ല. ആകാശം ശൂന്യതയാണ്, നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നില്ല. നമ്മുടെ കണ്ണിന്റെ ഈ പരിമിതി പോലെ ക്രിസ്തുവിനെ കാണാൻ കഴിയാതെ പരിമിതമായ യാഥാർത്ഥ്യങ്ങൾക്കകത്ത് ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ, കാര്യസാധ്യങ്ങളിലും അടയാളങ്ങളിലും ക്രിസ്തുവിനെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ ഒരു പാർശ്വമായ അന്ധതയാണ്, കാഴ്ചക്കുറവാണ്. ക്രിസ്തുവിനെ കണ്ടുമുട്ടേണ്ടത് നമ്മുടെ ജീവിതത്തിലാണ്, ബന്ധങ്ങൾക്കകത്താണ്. എപ്പോഴാണ്
ക്രിസ്തുവിനെ കാണാൻ കഴിയുക? അവനവൻ ഉപേക്ഷിക്കണം. ഞാനെന്ന ബോധത്തിൽ നിന്ന് പുറത്തു കിടക്കണം. എൻ്റെ ഇഷ്ടങ്ങളിലും താല്പര്യങ്ങളിൽ നിന്ന് പുറത്തു കിടക്കണം. ലോകത്തിന് മരിച്ച് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കാൻ ഹൃദയം ഉറപ്പിക്കുന്ന ഒരാൾക്ക് മാത്രമേ ക്രിസ്തുവിനെ കണ്ടുമുട്ടാൻ പറ്റൂ. അന്ധതയിൽ നിന്ന് മോചനം ഉണ്ടാവൂ. അതുകൊണ്ട് നാം ഇന്ന് കാണുന്ന ആത്മീയ കേന്ദ്രങ്ങൾ കാപട്യങ്ങളുടെ കേന്ദ്രങ്ങളായി മാറുന്നു. കുറെ കാലത്തേക്ക് ഒരു കേന്ദ്രം ഉയർന്നു നിൽക്കുന്നു, ആളുകൾ ഓടിക്കൂടുന്നു. ആ ഓടിക്കൂടുന്ന ആളുകൾ കുറെ നാളുകൾ അവിടെ തങ്ങി നിൽക്കുന്നു, പിന്നെ അടുത്ത കേന്ദ്രത്തിലേക്ക് പോകുന്നു. കേരളത്തിലെ മാത്രം പരിസ്ഥിതി പരിശോധിച്ചാൽ ഇങ്ങനെ ധ്യാന കേന്ദ്രങ്ങൾ മാറി മാറി കയറി ഇറങ്ങിയ ആളുകളെ നമുക്ക് കാണാം. ഒരു കേന്ദ്രത്തിൽ കുറെ നാൾ പോകുന്നു, കാര്യങ്ങളൊന്നും നടക്കാതാവുമ്പോൾ അടുത്ത കേന്ദ്രത്തിൽ പോകുന്നു, അവിടെ നടക്കാതാവുമ്പോൾ അടുത്ത കേന്ദ്രത്തിൽ പോകുന്നു. അങ്ങനെ മാറി മാറി കേന്ദ്രങ്ങൾ കയറി ഇറങ്ങി വിശ്വാസത്തിൽ നിന്ന് താഴെ പടിയിലേക്കാണ് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുന്നത്. വിശ്വാസിക്കുണ്ടാകുന്ന ഈ അന്ധതയെ നാം തിരിച്ചറിയണം. ഇത് ആത്മീയമായ ഒരു അന്ധതയാണ്. അവിടെ തിരിച്ചറിവില്ലാതെ പോകുന്നു. ദൈവം നമ്മിലാണ് വസിക്കുന്നതെന്നും മാമോദീസ വഴി നമ്മുടെ അകത്ത് പ്രവേശിച്ച പരിശുദ്ധാത്മാവ് നമ്മിൽ പ്രകാശിക്കുന്നുണ്ടെന്നും ആ ആത്മാവിന്റെ പ്രകാശത്തിൽ ലോകത്തെ നോക്കിക്കാണണമെന്നും അങ്ങനെ ക്രിസ്തുവിലുള്ള ഉൾക്കാഴ്ച വർദ്ധിക്കുമ്പോൾ അവരിൽ ക്രിസ്തുവിനെ കാണാൻ കഴിയുമെന്നും അങ്ങനെ അവരിൽ കാണുന്ന ക്രിസ്തുവിനെ ശുശ്രൂഷിക്കുക വഴി ദൈവത്തെ ആരാധിക്കുക എന്ന കർമ്മത്തിലേക്ക് എനിക്ക് പ്രവേശിക്കാൻ കഴിയുമെന്നും അത് നിത്യഭാഗ്യത്തിന് എന്നെ അർഹനാക്കുമെന്നും ഞാൻ എത്രത്തോളം തിരിച്ചറിയുന്നുവോ അത്രത്തോളം ഞാൻ ലോകത്തിന്റെ പ്രകാശത്തെ സ്വീകരിച്ചവനാകുന്നു, അന്ധതയാകുന്നവനായിട്ട് മാറും. അതുകൊണ്ട് ഈ കപട ആത്മീയ ലോകം, ആത്മീയതയുടെ പേരിലാണ് തട്ടിപ്പ് നടക്കുന്നത്, ഭൗതികതകൾ നേടിയെന്നാണ്. ഭൗതിക കാര്യങ്ങൾ നേടാൻ വേണ്ടിയുള്ളതല്ല ആത്മീയത. ആത്മീയത നിന്റെ ഭൗതിക ജീവിതത്തെ ദൈവോന്മുഖമായി പരിവർത്തിപ്പിക്കുന്നതാണ്. നിന്റെ കയ്യിലുള്ളവയെ നിനക്കുള്ളവയല്ലാതെ കാണാനും അവരിന് വേണ്ടി വിനിയോഗിക്കാൻ കഴിയുന്നതുമാണ് ആത്മീയത. പക്ഷെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുന്നത് എന്താ? കാശുണ്ടാകാൻ പ്രാർത്ഥിക്കണമെന്നാ, സമ്പത്തുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണമെന്നാ. യേശുവിന്റെ ആഗ്രഹം നമ്മൾ സമ്പത്തുള്ളവരായിരിക്കണമെന്നാണെന്നാണ് വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് ഇത്തരക്കാർ പറയുക. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ 9-ാം തിരുവചനത്തിൽ സർവ്വസമ്പന്നനായിരിക്കെ എല്ലാം ഉപേക്ഷിച്ച് ഭൂമിയിലേക്ക് വന്ന ഒരുവനെ കുറിച്ച് നമ്മൾ പഠിക്കും. അത് നമ്മൾ സമ്പന്നരാകാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ ആ വചനത്തെ ഉപയോഗിച്ച് തന്നെ നമ്മൾ സമ്പന്നരാകണമെന്നാണ് ദൈവത്തിന്റെ ആഗ്രഹം. അതുകൊണ്ട് സമ്പത്തുണ്ടാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുന്നു. ക്രിസ്തുവിലായിത്തീരുന്ന ഓരോരുത്തരും ഈ ലോകത്തിന്റെ നൈമിഷികതയെ തിരിച്ചറിയേണ്ടവരാണ്. നിലനിൽക്കുന്ന ഒന്നും ഇവിടെ നമുക്കില്ല എന്ന് ബോധ്യം ഉണ്ടാകേണ്ടവരാണ്. നമ്മുടെ നിലനിൽപ്പ് ദൈവത്തിലാണെന്നും ആ ദൈവം നമ്മുടെ അകമേ വസിക്കുന്നുവെന്നും എൻ്റെ കയ്യിലുള്ളത് അവരന് വേണ്ടി കൊടുക്കുമ്പോഴാണ്, എൻ്റെ ശൂന്യതയിലാണ് എനിക്ക് കർത്താവിനെ അനുഭവിക്കാൻ കഴിയുക എന്നും പഠിപ്പിക്കേണ്ടവർ സമ്പത്തുണ്ടാകാൻ പ്രാർത്ഥിക്കൂ എന്ന് പറഞ്ഞ് പഠിപ്പിക്കുകയാണ്. പ്രോസ്പെരിറ്റി ഗോസ്പൽ കത്തോലിക്ക സഭയുടെ പൈതൃകത്തിലോ പാരമ്പര്യത്തിലോ ഉള്ള കാര്യമല്ല. വന്നത് പ്രൊട്ടസ്റ്റന്റ് വ്യൂവിൽ നിന്നാണ്. 1940-കൾക്ക് ശേഷം സഭയിലേക്ക് കടന്നു വന്ന ഈ സമ്പത്തിന്റെ സുവിശേഷം നമ്മെ ഏറെ ദുഷിപ്പിച്ചിട്ടുണ്ട്. തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നു. കാര്യങ്ങൾ കാണാനല്ല പ്രാർത്ഥിക്കുന്നെങ്കിൽ പിന്നെ എന്തിനാ പ്രാർത്ഥിക്കണേന്ന് ഇപ്പൊ ആളുകൾ ചോദിക്കുന്നേ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, പ്രാർത്ഥിക്കുന്ന ഒരു ന്യൂനപക്ഷമല്ലേ ഉള്ളൂ? പ്രാർത്ഥിക്കാത്ത മനുഷ്യരുടെ ഒക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ടല്ലോ, അവരുമൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ. 800 കോടി മനുഷ്യരുണ്ട്. ആ 800 കോടി മനുഷ്യരുടെയും കാര്യങ്ങൾ നിറവേറുന്നുണ്ട്. അവർക്ക് ഭക്ഷിക്കാൻ അന്നം നൽകുന്നുണ്ട് ദൈവം. എവിടെയെങ്കിലും ഇല്ലാതായി പോകുന്നുവെങ്കിൽ ആരെങ്കിലും ഒരുത്തൻ തട്ടിയെടുത്തത് കൊണ്ട് മാത്രം. ഈ ലോകത്തെല്ലാം എല്ലാവർക്കും വേണ്ടിയാണ്. ദൈവം നമുക്ക് വേണ്ടിയാണ് ഈ ദാനങ്ങളെല്ലാം വർഷിക്കുന്നത്, സകല മനുഷ്യർക്കും വേണ്ടി, പ്രാർത്ഥിക്കുന്നവന് വേണ്ടിയല്ല. പ്രാർത്ഥിക്കുന്നവൻ ഇതെല്ലാം ദൈവം തരുന്നതാണെന്ന് തിരിച്ചറിയുകയും അവനവനുള്ളത് മറ്റുള്ളവരുമായി പങ്കുവെക്കുകയും ചെയ്യണം. അതാണ് പ്രാർത്ഥന. പ്രാർത്ഥിക്കുന്ന ഒരുവൻ ഒരു കൂടുതൽ തെളിച്ചത്തോടെ കാണുന്ന കാര്യം ഇതാണ്, ഇതെനിക്ക് വേണ്ടിയല്ല എന്നുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ഒരുവൻ തിരിച്ചറിയുന്നത് എൻ്റെ പരിമിതികളെയാണ്, എൻ്റെ കുറവുകളെയാണ്, പോരായ്മകളെയാണ്. അതുകൊണ്ട് ഈ പോരായ്മകൾ പരിഹരിച്ച് ജീവിക്കാൻ, ആത്മാവിന്റെ ശക്തിയിൽ മുന്നോട്ട് പോകാൻ കൗദാശികമായ അർപ്പണങ്ങളിലേക്ക് ഞാൻ തിരിയുന്നു. അങ്ങനെയാണ് കുർബാന എനിക്ക് അനുഭവമാകുന്നത്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി മുറിച്ചു വിളമ്പാൻ, എന്നെ തന്നെ ശക്തീകരിക്കാൻ ക്രിസ്തുവിനെ സ്വീകരിക്കുകയും ക്രിസ്തുവിൽ ജീവിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൽ സ്വയം അർപ്പിക്കുന്നവനായി ഞാൻ മാറുക എന്നിടത്താണ് പരിശുദ്ധ കുർബാന എൻ്റെ ജീവിതത്തിന്റെ അകക്കാമ്പായിട്ട് മാറുന്നത്, എൻ്റെ ജീവിതത്തിന്റെ രക്ഷാകേന്ദ്രമായിട്ട് മാറുന്നത്.
നമ്മൾ ആലോചിച്ച് നോക്കണം. ആത്മീയ അന്ധത ഇങ്ങനെ പിടിമുറുക്കിയിട്ടുണ്ട്. വിശ്വാസികളിൽ മഹാഭൂരിപക്ഷവും ഈ കുടുക്കിൽപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി സാമൂഹ്യ അന്തരീക്ഷത്തിൽ എങ്ങനെയാണ്? സാമൂഹ്യ അന്തരീക്ഷത്തിൽ ലോകത്തെ തന്നെ ലജ്ജിപ്പിക്കുന്ന രീതിയിൽ മനുഷ്യത്വഹീനമായ പ്രവൃത്തികളിലേക്ക് നമ്മൾ പോകുന്നു. നമ്മുടെ വിശ്വാസ ജീവിതം തെളിച്ചമുള്ളതാണ്. മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി ജീവിക്കാൻ തീരുമാനമെടുത്തിട്ടുണ്ടോ? വിഭാഗീയതകൾ ഇല്ലാതിരിക്കാൻ പറ്റുമോ? നമ്മോടൊപ്പം അല്ലാത്തവരൊക്കെ നമുക്കെതിരാണെന്ന് കരുതുന്ന ശിഥിലമായ സാമൂഹ്യ അന്തരീക്ഷം നമ്മുടെ ചുറ്റുപാടില്ലേ? മറ്റു സമുദായങ്ങളിൽപ്പെട്ടവരെ സമുദായങ്ങളായി വേർതിരിച്ച് കാണാൻ പോലും കഴിയാത്ത എല്ലാവരുടേതുമായി മാറേണ്ട നമ്മൾ തന്നെ സമുദായം വേർതിരിച്ച് കാണുന്നു, ശത്രുക്കളായിട്ട് പരിഗണിക്കുന്നു. നമുക്കുണ്ടാകുന്ന ചില അനുഭവങ്ങളെ പ്രതിയൊക്കെ ആയിരിക്കാം അങ്ങനെ. നമുക്ക് ഒരു മനുഷ്യനോട് വെറുപ്പുണ്ടായാൽ നമ്മൾ ആദ്യം അന്വേഷിക്കുന്ന അയാൾ ഏത് സമുദായക്കാരനാണ്. സമുദായം തിരിച്ചാൽ നമുക്ക് അയാളെ പുറത്തു നിർത്താം, എളുപ്പമായി. ആചാരത്തിന് വിരുദ്ധമായിട്ടാണ് അയാൾ ജീവിക്കുന്നതെങ്കിൽ അയാളെ പുറത്തു നിർത്താം, എളുപ്പമായി. അങ്ങനെ ശത്രുവിന് നിർമ്മിച്ചെടുക്കാവുന്ന ഒരു പരിമിതമായ ബോധത്തിലേക്ക് നാം കെട്ടപ്പെട്ടു പോകുന്നുവെങ്കിൽ ആത്മീയ അന്ധതയാണ്. മാനവ സമുദായം എന്നൊരു സമുദായമേ ഉള്ളൂ. അത് യേശുവിന്റെ ശരീരമാണെന്ന് തിരിച്ചറിവോടെ നമുക്ക് ജീവിക്കാൻ കഴിയുമ്പോഴാണ് ആത്മീയരായിട്ട് നമ്മൾ മാറുക, കണ്ണിന് പ്രകാശമുള്ളവരായിട്ട് മാറുക. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഭൗമികമായ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ചുറ്റുപാടുകളും ഒക്കെ നമ്മുടെ ആത്മീയതയെ പരിപോഷിപ്പിക്കാൻ വേണ്ടി നമുക്ക് എടുക്കാവുന്ന തന്ത്രങ്ങൾ മാത്രമാണ്. വാസ്തവത്തിൽ ആത്മീയത എന്ന് പറയുന്നത് ഈ ഉൾക്കാമ്പിനെ തിരിച്ചറിയലാണ്, ക്രിസ്തുവിനെ തിരിച്ചറിയലാണ്. വിശ്വാസികൾക്കിടയ്ക്ക് ഇത്തരം അപജയങ്ങൾ ഉണ്ടാകുമ്പോൾ അശേഷം അതിനെക്കുറിച്ച് ചിന്തിക്കാത്ത ആളുകൾ, നേതൃപദവിയിലുള്ള ആളുകൾ സ്വന്തം കൂട്ടത്തിൽപ്പെട്ടവരുമായി തന്നെ ഈ ശത്രുത വെച്ച് പുലർത്തുന്നു. എനിക്ക് പലപ്പോഴും അത്ഭുതം തോന്നിയിട്ടുള്ളൊരു കാര്യം, അൽമായർ തമ്മിൽ കലഹങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാനാണല്ലോ ഇടയന്മാരുള്ളത്. കുടുംബത്തിൽ വഴക്കുണ്ടാകുമ്പോൾ, അയൽവാസികൾ തമ്മിൽ വഴക്കുണ്ടാകുമ്പോൾ അവരെ രമ്യപ്പെടുത്താനും ക്രിസ്തുവിൽ ഒന്നു ചേർക്കാനും കഴിയേണ്ടവരാണ് ഇടയന്മാർ. ആ ഇടയന്മാർ തമ്മിൽ കലഹിക്കുന്ന അവസരം ഉണ്ടാകുന്നു. എവിടെ നിന്നാണ് ഈ കലഹം ഉറവയെടുത്തത്? ആത്മീയ അന്ധത എന്നാണ്. ആ അന്ധത ഏതെങ്കിലും വ്യക്തിയുടെ തലയിൽ കെട്ടിവെക്കാനല്ല, സഭാഗാത്രത്തിനകത്ത് രൂഢമൂലമായിരിക്കുന്ന അന്ധതയായി അതിനെ തിരിച്ചറിയാൻ നമുക്ക് പറ്റണം. നമ്മൾ ആലോചിച്ച് നോക്കിയേ, നമുക്കെതിരായി പറയുന്നവരൊക്കെ നമ്മൾ തള്ളിക്കളയുകയും അവരൊന്നും നമ്മുടെ പക്ഷത്തല്ലെന്ന് പറയുകയും അവരൊക്കെ നശിച്ചു കാണാൻ ആഗ്രഹിക്കുകയും അവർക്കെതിരെ കുതിര കയറുകയും ചെയ്യുന്നൊരു സ്വഭാവം നമുക്കുണ്ടായാൽ ക്രിസ്തുവുമായിട്ട് നമുക്ക് എന്ത് ബന്ധം? നമ്മൾ പലപ്പോഴും വിചാരിക്കുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളൊക്കെ ഉപരിയായി ചിന്തിക്കാൻ കഴിയുന്നവരാണ് ഇടയന്മാരെന്നാണ്. ഇടയ ശ്രേഷ്ഠന്മാർ അതിനേക്കാൾ കൂടുതൽ കരുണയും സ്നേഹവും വർഷിക്കുന്നവരായിട്ട് മാറും. സഭാതർക്കത്തിനകത്ത് പോരുകോഴികളെ പോലെ പോരാടാൻ നിൽക്കുന്നത് മെത്രാന്മാർ തന്നെയായി മാറി എന്ത് ചെയ്യും? സ്വന്തം ആശയങ്ങളും താല്പര്യങ്ങളും പറയുന്നവരായി, വിഭാഗീയതകൾക്ക് വളമിടുന്നവരായി ശ്രേഷ്ഠന്മാർ തന്നെ അധപ്പതിച്ചാൽ ആത്മീയ അന്ധത അതിന്റെ പാരമ്യത്തിലാണെന്ന് നമ്മൾ കാണേണ്ടത്. ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ പലപ്പോഴും ഉണ്ടായിട്ടുള്ളൂ. സഭയിലുണ്ടായ തർക്കങ്ങളെല്ലാം ഭൗമികതയെ സംബന്ധിച്ചാണ്, സ്വത്തിനെ സംബന്ധിച്ചാണ്, ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും സംബന്ധിച്ചാണ്. അതല്ലാതെ എന്ത് തർക്കമാണ് സഭയ്ക്കകത്തുള്ളത്? യേശുക്രിസ്തുവിനെ സ്വീകരിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്ത് വിഭാഗീയതയാണ്, ബന്ധങ്ങൾക്കകത്തുള്ള ക്രിസ്തുവിനെ കാണാതിരിക്കാൻ നമ്മെ അന്ധരാക്കുന്ന എന്ത് കുഴപ്പമാണ് സഭയ്ക്കകത്ത് നിലവിലുള്ളത്? നാം മനസ്സിലാക്കേണ്ടത് അവനവനെ കുടുങ്ങിപ്പോകുന്നു. ഞാൻ പറയുന്നത് മാത്രമാണ് ശരിയെന്ന് പറയുന്ന ഏറ്റവും അപക്വമായ, അതല്ലെങ്കിൽ ഏറ്റവും അധാർമികമായ പതനത്തിലേക്ക് നേതൃത്വം തന്നെ വീണുപോകുന്ന കാഴ്ചയാണ് ആനുകാലിക ലോകത്ത് നമ്മൾ കാണുന്നത്. ഈശ്വരറ്റം പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് നാം തിരിച്ചറിയേണ്ടത് നമ്മുടെ കണ്ണുകൾക്ക് പുറമേയുള്ള കാഴ്ചയേക്കാൾ ആന്തരികമായ കാഴ്ചയാണ് ആവശ്യം. ഭൗമികമായി നമ്മൾ കാണുന്നുണ്ട്, ഭൗമികമായ കാഴ്ചകളൊക്കെ നമ്മെ വിഭ്രമിപ്പിക്കുന്നവയാണ്. യഥാർത്ഥ കാഴ്ച അവരിലുള്ള സാഹോദര്യമാണ്, അവരിലുള്ള ക്രിസ്തുവിനെ കാണാൻ കഴിയുന്നതാണ്.
നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. വിഭാഗീയത എവിടെ ഉടലെടുക്കുന്നുവോ അവിടെ കാഴ്ചയ്ക്ക് നഷ്ടം സംഭവിച്ചിട്ടുണ്ട്. കാഴ്ചശേഷി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ക്രിസ്തുവിനെ കാണാൻ കഴിയാത്ത വിധം അന്ധമായി പോയിട്ടുണ്ട്. അത് ആർക്കുണ്ടായാലും അപകടകാരിയാണ്. ഏറ്റവും കൂടുതൽ സഹിഷ്ണുതയും കാരുണ്യവും സ്നേഹവും പുലർത്തേണ്ട പിതാക്കന്മാർ, തങ്ങളെ തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി ബലിയായി നൽകേണ്ടവർ, ആ ബലിയുടെ വഴിയെ ചരിക്കാൻ തെരഞ്ഞെടുക്കപ്പെട്ടവർ, അപ്പോസ്തലികമായ അധികാരം ഈ ലോകത്ത് ശുശ്രൂഷയായി പകർത്തി അനുഭവപ്പെടുത്തേണ്ടവർ തന്നെ കർക്കശക്കാരും ദുശാഠ്യക്കാരുമായി മാറുന്ന കാഴ്ചയാണ് നമ്മളിന്ന് കാണുക. എന്നിട്ട് പ്രസംഗത്തിൽ നമ്മൾ പറയും, നമ്മളെല്ലാം ഒന്നാണ്, സ്നേഹത്തിൽ വർത്തിക്കണം, നമ്മൾ യേശുവിൻ്റെ മക്കളാണ്. ഈ ലോകത്തുള്ള സകലരും യേശുവിൻ്റെ മക്കളാണ്. എല്ലാവരോടും സഹിഷ്ണുത പുലർത്താൻ കഴിയുന്ന, എല്ലാവരുടെയും ഭാഗത്ത് നിൽക്കാൻ കഴിയുന്ന, എല്ലാവരിലും ക്രിസ്തുവിനെ കാണാൻ കഴിയുന്ന, എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ കഴിയുന്ന വിശാലമായ ഹൃദയം ക്രിസ്തുവിൽ നേടേണ്ടവർ തങ്ങളുടെ ജീവിതത്തിൽ പതറിപ്പോകുന്ന കാഴ്ചയാണ് പലപ്പോഴും നേതൃതലത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അറിവില്ലാത്തത് കൊണ്ടല്ല, അറിവില്ലാത്തത് കൊണ്ടോ കഴിവില്ലാത്തത് കൊണ്ടോ ദൈവം തെരഞ്ഞെടുക്കാത്തത് കൊണ്ടോ അല്ല, ദൈവം തങ്ങളെ ഏൽപ്പിച്ച അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുക എന്ന കർമ്മത്തിൽ വീഴ്ചയുണ്ടാകുമ്പോഴാണ്, മറ്റുള്ളവരിൽ ക്രിസ്തുവിനെ കാണാനുള്ള തെളിച്ചം കണ്ണുകൾക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോഴാണ്. മറ്റുള്ളവരെ വിമർശിക്കുമ്പോൾ നാം നമ്മിലേക്ക് തന്നെ നോക്കേണ്ടതല്ലേ? നിങ്ങളോട് സുവിശേഷം പറയുന്ന ഞാൻ എൻ്റെ കുറവുകളെ പ്രതി അനുദപിച്ചുകൊണ്ടാണ് നിങ്ങളോട് സംസാരിക്കുക. 100 പോരായ്മയുള്ള ഒരാൾ, കുറവും പോരായ്മയുള്ള ഒരാൾ, ദൈവസന്നിധിയിൽ നിൽക്കാൻ അയോഗ്യനായി സ്വയം തിരിച്ചറിയുന്ന ഒരാൾ. ഞാൻ എന്നെ അങ്ങനെ തിരിച്ചറിയുന്നത് കൊണ്ട് നിങ്ങളുടെ കുറവുകളെയും പോരായ്മകളെയും ഞാൻ കാര്യമായി പരിഗണിക്കുന്നില്ല. നിങ്ങളുടെ പ്രാർത്ഥനയെ ഞാൻ അളന്നു നോക്കുന്നില്ല. നിങ്ങളുടെ വിശ്വാസത്തെ ഞാൻ വിധിക്കുന്നില്ല. കണ്ണു തുറന്ന് കാഴ്ച ഉണ്ടാകുമ്പോൾ നിശ്ചയമായിട്ടും അവരിലെ ക്രിസ്തുവിനെ നമുക്ക് കാണാൻ പറ്റും. നാം ഇന്ന് ആലോചിച്ച് നോക്കണം. നേതൃതലം മുതൽ താഴെ വരെ ഈ കാഴ്ച നഷ്ടപ്പെട്ടു പോയതിന് അനുഭവങ്ങൾ നമുക്ക് കാണാം. അതുകൊണ്ട് ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും പേരിൽ തർക്കങ്ങൾ നിലനിൽക്കുന്നു. തിരിഞ്ഞു നിൽക്കണോ മറിഞ്ഞു നിൽക്കണോ എന്ന് തർക്കം നിലനിൽക്കുന്നു. പ്രാർത്ഥനകൾ പോലും പരിഷ്കരിക്കാനും പുതിയവ ഉണ്ടാക്കാനും ഒക്കെ നാം ശ്രമിക്കുന്നത് ഈ അന്ധതയുടെ ഭാഗമായിട്ടാണ്. അതിന് ചികിത്സ എന്ന രീതിയിലാണ്. വാസ്തവത്തിൽ നാം പോയിക്കൊണ്ടിരിക്കുന്നത് ഇരുളിലാണ്, അന്ധകാരത്തിലേക്കാണ്. അന്ധകാരമാണ് പലപ്പോഴും നമ്മെ നയിക്കുന്നത്. തങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് പറയുകയും അന്ധകാരത്തിൽ നടക്കുകയും ചെയ്യുന്നവരെന്ന് വിശുദ്ധ യോഹന്നാൻ സുവിശേഷത്തിൽ 9-ാം അധ്യായത്തിൽ 41-ാം തിരുവചനത്തിൽ യേശു അവരെ കുറിച്ച് പറയുന്നുണ്ട്. തങ്ങൾക്ക് കാഴ്ചയുണ്ടെന്ന് കരുതുന്നു, തങ്ങൾ പ്രകാശത്തിലാണെന്ന് കരുതുന്നു, എന്നിട്ട് ഇരുട്ടിൽ തപ്പുന്നു. ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ ഇരുട്ടിൽ തപ്പുന്ന മനുഷ്യരെയാണ്. ലോകത്തിന് മുൻപിൽ ക്രിസ്തുവിനെ പ്രകാശിപ്പിക്കാൻ കഴിയാത്ത വിധം ആത്മീയ അന്ധത ബാധിച്ചതുകൊണ്ട് സഹോദരനെ ശത്രുവായി പ്രഖ്യാപിച്ചും വിപന്നനായി പ്രഖ്യാപിച്ചും വിഭാഗീയനായി പ്രഖ്യാപിച്ചും നാം നല്ലവരെന്ന് നടിക്കുകയാണ്. അവനവൻ തന്നെ അവനവനിൽ കുടുങ്ങി അന്ധകാരത്തിൽ ആണ്ടുപോകുന്ന കാഴ്ചയാണ് ഈ ലോകം കണ്ടുകൊണ്ടിരിക്കുന്നത്. ലോകത്ത് വെളിച്ചം പകരേണ്ടവർ, സാഹോദര്യം പ്രഖ്യാപിക്കേണ്ടവർ, ഐക്യം പ്രഖ്യാപിക്കേണ്ടവർ, അവരന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നതിൻ്റെ സുഗന്ധം ഈ ലോകത്ത് അനുഭവിക്കേണ്ടവർ, ഈ ലോക സമക്ഷം ക്രിസ്തുവിനെ വെളിവാക്കാൻ വിളിക്കപ്പെട്ട നമ്മിൽ നിന്നും അത് ലഭ്യമാകാതെ അന്ധകാരത്തിൽ തന്നെ കഴിയുന്നു. ഈ ലോകത്തിന് എന്ത് പരിമിതികളുണ്ടെങ്കിലും അതിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. കാരണം ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവരാണ് നമ്മൾ, നമ്മിൽ തന്നെ ക്രിസ്തുവിനെ കാണേണ്ടവരാണ് നമ്മൾ. അതുകൊണ്ട് അവരിലേക്ക് വിരൽ ചൂണ്ടുന്നതിന് മുമ്പ്, ഈ ലോകത്തിലെ പിഴവുകളെ കുറിച്ച് പറയുന്നതിന് മുമ്പ് അവനവന് വെളിച്ചം പകരാൻ കഴിഞ്ഞില്ല എന്ന പ്രധാനപ്പെട്ട കാര്യം നാം ശ്രദ്ധിക്കണം. ഞാൻ ഈ പറഞ്ഞതൊക്കെ ഒരു പക്ഷത്തും ചേരാതെയാണെന്ന് ആളുകൾക്ക് അഭിപ്രായമുണ്ട്. എന്തുകൊണ്ട് വ്യക്തമായി പറയുന്നില്ല എന്ന് നിരവധി പേർ എന്നോട് ചോദിക്കുന്നുണ്ട്.
നിരവധി പേർ. അവർ ചോദിക്കുന്നത് എന്തുകൊണ്ട് ഒരു പക്ഷം ചേരുന്നില്ല? ഞാൻ കാണുന്നത് പ്രധാനമായും ഈ അന്ധതയാണ്. ആ അന്ധത ഏറിയും കുറഞ്ഞും എല്ലാവരിലും ഉണ്ടാകാം. പക്ഷേ നേതൃസ്ഥാനത്തുള്ളവർ തങ്ങളുടെ ദുശാഠ്യങ്ങളിൽ നിന്നും തങ്ങൾ പറയുന്നതിൻ്റെ കാർക്കശ്യത്തിൽ നിന്നും താഴേക്കിറങ്ങാൻ മനസ്സ് കാണിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് വെളിച്ചം ഉണ്ടാകുക. അത് ആലോചിക്കേണ്ട കാര്യമാണ്. ഐക്യമുണ്ടാക്കാനായി നാം ഉണ്ടാക്കുന്ന തന്ത്രങ്ങളൊക്കെ അനൈക്യമാണ് വിതറുന്നതെങ്കിൽ, അനൈക്യത്തെ പരിഹരിക്കാൻ മറ്റു തന്ത്രങ്ങൾ ഉപയോഗിക്കുക എന്നതിനേക്കാൾ, മറ്റു തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക എന്നതിനേക്കാൾ ആദ്യം ഐക്യമുണ്ടാക്കാനുണ്ടാക്കിയ ആ തന്ത്രമുണ്ടല്ലോ, ആ തന്ത്രത്തെയാണ് പരിശോധിക്കേണ്ടത്. ആ തന്ത്രത്തിൽ പിഴവുകൾ ഉണ്ടായതുകൊണ്ടാണ് ഈ പറഞ്ഞ തർക്കങ്ങളും വിതർക്കങ്ങളും സഭാസമൂഹത്തിനകത്ത് വളരുന്നത് എന്ന തിരിച്ചറിവാണ് നമുക്കുണ്ടാകേണ്ടത്. പുതിയ സമവായങ്ങൾ തേടുമ്പോൾ, പുതിയ പുതിയ ഒത്തുതീർപ്പുകൾ തേടുമ്പോൾ എവിടെ നിന്നാണ് അനൈക്യം ആരംഭിച്ചത്, എവിടെയാണ് കലഹങ്ങൾ ആരംഭിച്ചത്, എന്തിനെ പ്രതിയാണ് തർക്കങ്ങൾ ഉണ്ടായത്, അവിടെ നിന്ന് നമുക്ക് ആരംഭിക്കാൻ കഴിയണം, അവയെ പരിഹരിക്കാൻ കഴിയണം. നമുക്കൊന്നായിരിക്കാൻ ഒന്നേ മാർഗമുള്ളൂ, അത് ക്രിസ്തുവിലായിത്തീരുക എന്നുള്ളതാണ്. അതുകൊണ്ട് കാഴ്ചയെ ഒന്ന് പരിശോധിക്കണം. നമുക്ക് നമ്മുടെ കാഴ്ചയെ പരിശോധിക്കാം. എല്ലാവരും അങ്ങനെ പരിശോധിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് ആദ്യം കാഴ്ച കണ്ടു തുടങ്ങാം. നമ്മുടെ കൂടെയുള്ളവർ ശത്രുക്കളല്ലെന്നും അവർ നമ്മുടെ സഹോദരങ്ങളാണെന്നും അവരൊക്കെ ക്രിസ്തു തന്നെയാണെന്നും തിരിച്ചറിയുന്നൊരു മനോഭാവം ഓരോ വിശ്വാസിക്കും ഉണ്ടാകണം. വിശ്വാസി അത്തരത്തിൽ അവരെ കാണാൻ തുടങ്ങുമ്പോൾ, ക്രിസ്തുവിനെ ചുറ്റും കാണാൻ തുടങ്ങുമ്പോൾ ദൈവരാജ്യ അനുഭവത്തിലേക്ക് പ്രവേശിക്കും. അപ്പോൾ മാത്രമേ പ്രകാശം പരക്കൂ. നമ്മിലൂടെ പകരേണ്ട പ്രകാശം പകർന്നു കൊടുത്തുകൊണ്ട് ലോകത്തിന് വെളിച്ചം നൽകാനായി നമുക്ക് ക്രിസ്തുവിൽ പ്രവർത്തിക്കാം. അതിനാവശ്യമായ ആത്മബലം ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആമേൻ.